ഇപ്പം ഇറങ്ങുന്ന പുതിയ വാഹനങ്ങളിലെല്ലാം എയർ ഫിൽറ്റേഴ്സ് അഥവാ വാഹനത്തിനകത്ത് എയർ പ്യൂരിഫയേഴ്സ് വരുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ഈ എയർ പ്യൂരിഫയറിനകത്ത് ഒരു ഫിൽറ്റർ ഉണ്ടെന്നും ഈ ഫിൽറ്റർ നമ്മൾ റീപ്ലേസ് ചെയ്യണമെന്ന് എത്ര പേർക്കറിയാം? എത്ര പേര് ഇതിൻ്റെ ഫിൽറ്റർ കണ്ടിട്ടുണ്ട്? നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഉള്ള ഹുണ്ടായുടെ വെന്യൂ എന്ന് പറയുന്ന വാഹനത്തിലാണ്. ഈ വാഹനത്തിലെ ഒരു എയർ ഫിൽറ്റർ യൂണിറ്റാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന എയർ ഫിൽറ്റർ ഓൺ ഓഫ് സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തിനാണ് ഒരു എയർ പ്യൂരിഫയർ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിനകത്തുള്ള പൊടി കാര്യങ്ങളൊക്കെ, അതായത് നമുക്കറിയാം എത്ര ഗ്ലാസ് അടച്ചിട്ട് നമ്മൾ AC ഇട്ട് വാഹനം ഓടിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ചവിട്ടി കയറ്റുന്ന പൊടിയും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ വളരെ വ്യക്തമായിട്ട് കാണും. ആ പൊടിയും കാര്യങ്ങളൊക്കെ അബ്സോർവ് ചെയ്തെടുത്ത് അതിനെ ഫിൽട്ടർ ചെയ്ത് ഇതിനകത്തുള്ള എയർ നീറ്റ് ആക്കാൻ വേണ്ടി അഥവാ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ് എയർ പ്യൂരിഫയേഴ്സ് ഈ വാഹനത്തിൽ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഈ ഒന്ന് തുറന്നു നോക്കുന്ന സമയത്ത് ഇവിടെ തൊട്ട് താഴെയാണ് ഇതിൻ്റെ യൂണിറ്റ് വരുന്നത്. ഈ യൂണിറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ 2 ക്ലിപ്പുകൾ വരുന്നുണ്ട്. ഈ ക്ലിപ്പ് ജസ്റ്റ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു കവർ നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. ഈ കവർ മാറ്റിക്കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫിൽറ്റേഴ്സ്. ഈ ഫിൽറ്റർ നമുക്കിങ്ങനെ ഊരിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ഫാൻ വരുന്നത്. ഈ ഫാനാണ് നമുക്ക് ഈ പവർ കൊടുക്കുന്നത്. പക്ഷേ ഫിൽറ്റർ വൺസ് നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ ഫാൻ ഓട്ടോമാറ്റിക്കലി ഓഫ് ആകുന്നതായിരിക്കും. കാരണം അതിനവിടെ സിഗ്നൽ കിട്ടുന്നുണ്ട്. ഇതൊരു സ്വിച്ചാണ് വരുന്നത്. ഈ ഒരു സ്വിച്ച് പ്രസ് ആയാൽ മാത്രം പിന്നെ അത് വർക്ക് ആകത്തുള്ളൂ. ഇവിടെ കാണുന്ന സ്വിച്ച്, ഞാൻ ആ സ്വിച്ച് മാറ്റി റിലീസ് ചെയ്തു. ഈ സ്വിച്ച് എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ ഫിൽറ്റർ അകത്തോട്ട് വെച്ചാൽ മാത്രം ആ സ്വിച്ച് വർക്ക് ചെയ്യത്തുള്ളൂ. എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നത് മാത്രമേ. ഈ ഒരു സ്വിച്ചാണ്, ഒരു ചെറിയൊരു സ്വിച്ചാണ്. ഈ സ്വിച്ച് ഒന്ന് പ്രസ് ആയി കഴിഞ്ഞാൽ അത് വീണ്ടും അതുപോലെ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ചെറിയ ഫിൽറ്റർ. ഈ ഫിൽറ്റർ നമ്മൾ ടൈംലി റീപ്ലേസ്മെൻറ്റ് ചെയ്തോണം. ഈ ഒരു ഫിൽറ്ററാണ് നമ്മുടെ വാഹനത്തിൽ വരുന്ന ഫിൽറ്റർ. അപ്പോൾ ഇത് നമ്മൾ അതുപോലെ തന്നെ തിരിച്ച് കറക്റ്റായിട്ട് കയറ്റി വയ്ക്കുകയാണ്. ശ്രദ്ധിച്ചോണം, സ്വിച്ച് കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ആകണം. യെസ്, ഒരു പൊസിഷനിൽ മാത്രം കയറത്തുള്ളൂ, തിരിഞ്ഞു പോയാൽ കയറത്തില്ല. അപ്പോൾ അത് വെച്ചതിന് ശേഷം തിരിച്ച് നമ്മൾ ഈ ഹുണ്ടായുടെ ലോഗോ ഒക്കെ ഉള്ള ഈ ഒരു യൂണിറ്റ് നമ്മൾ തിരിച്ച് ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. ചെറിയൊരു സാധനം മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ, പക്ഷേ അതൊരു വലിയ സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ഇട്ടേക്കുക.